അങ്ങോട്ട് പോവന്ന് പിള്ളേരെ മാർക്കേ ഓക്കെ റെഡി. അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇപ്പൊ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, കുറച്ച് പരിപാടി ഉണ്ട്. ചേട്ടനെ എന്താണ് ഇഷ്ടമായി? എങ്ങനെയാണ് ഇഷ്ടം? എന്താ കാരണം? ഞാൻ ഒരു കറക്റ്റ് പറഞ്ഞാൽ 2-3 ദിവസം മുന്നേ ഓൾറെഡി ഒരു പെൺകുട്ടീനെ കണ്ട ബാംഗ്ലൂരിൽ വെച്ചിട്ട്. അപ്പോൾ ആ പെൺകുട്ടീനെ കണ്ട് അപ്പം തന്നെ ഞാൻ ഭയങ്കര ഇതായി, എന്താ പറയുക, എനിക്ക് ഡൗട്ടായി. ആ സ്പാർക്ക് വരുന്നില്ല. അതായത് ഇഷ്ടമാണെന്നും പറയാൻ പറ്റുന്നില്ല, ഇഷ്ടമല്ലാന്നും പറയാൻ പറ്റുന്നില്ല. എന്നെ കൈവിട്ടത് വീഡിയോ ഒക്കെ കാണുന്നവര് ശരിക്കും വിചാരിക്കും എന്റെ അഭിനയം കണ്ട ശരിക്കും അങ്ങനെയാന്ന് വിചാരിക്കും. ഞാനോ ചിലപ്പോ ലാൽ ജോസ് വന്നിട്ട് പെണ്ണല്ലേ മാറിപ്പൂച്ചേലല്ലേ തേടുന്നേ പെണ്ണേനിൽ പൂവമ്പൻ കാണുന്നേരം ചേരുന്നേരം ഉള്ളാകെയും ദീപാവലി നേരായേടി വന്നില്ലേടി കല്യാണ നാൾ. പണ്ട് മുതലേ ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞ് നടന്നിരുന്ന കുട്ടി ഇന്നിപ്പോ അറേഞ്ച് മാരേജ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത്. സന്യാസി അല്ലെ, സന്യാസം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എങ്ങനെ അവിടെ ആയിട്ട് സഹിക്കും. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലെ ഇനിയും നിന്നുള്ളം നോവല്ലേ, അകാലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പാടാറും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീയിന്നർത്ഥം കാണാതെ ഇനി നീ എങ്ങെങ്ങും മായല്ലേ. ആദ്യത്തെ 2 ഒന്നും എനിക്ക് സെറ്റായില്ല. 3ാമത്തെ ആളായിരുന്നു ദീപക് ആദ്യം മെസ്സേജ് അയച്ച് വിളിച്ചു തന്നെ വൈകിട്ട്. അപ്പം അന്നേരം എൻ്റെ ഫ്രണ്ട്സ് വന്ന സമയമായി ആയിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ച് ഹായ് ഞാൻ ദീപക്കാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വിചാരിച്ചു എനിക്ക് ഇഷ്ടമായില്ല, സംസാരത്തിന് എനിക്ക് ശരിയായില്ല, ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചതായിരുന്നു. ബിസി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോള് കട്ട് ചെയ്ത്. അങ്ങനെ രാത്രി ഒരു 11 മണി 10:45 ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് ഹായ് ഐ ആം ദീപക് ആർ യു ഫ്രീ നൗ, അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊന്നും. കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചാറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മീറ്റ് ചെയ്യാം. ദീപക് ബാംഗ്ലൂരാണല്ലോ. അങ്ങനെ ദീപക് പാലക്കാട് വന്ന് മീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു, പാലക്കാട് ഒലക്കോട്. അതിനുശേഷം ഞങ്ങൾ രാവിലെ കോട്ട മൈതാനത്ത് പോയി. ഒരു 3 മണി വരെയൊക്കെ ഡേറ്റ് ഉണ്ടായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അനിയത്തിയോട് മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ പുറത്തു പോയത്. പോയി വന്നപ്പോഴും കുഴപ്പമില്ല, ഏകദേശം സെറ്റാണ് എന്ന് തോന്നിയപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങളത് വീട്ടിൽ പറഞ്ഞു. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലെ ഇനിയും. പിന്നെ അങ്ങനെ പറയണ കേട്ടു ഇവിടെ നല്ലവനായ ഉണ്ണിയാണ്, നമ്മളെന്താ ചെയ്യാ, നമ്മള് തല്ലിക്കൊച്ചു. പക്ഷെ അവിടെ എന്താ പറയണ അറിയോ, ചോര കുടിച്ചോട്ടെ എന്ന് പറയും.
പിന്നെ ഞാനിപ്പോഴൊന്നും കല്യാണം കഴിക്കില്ല. കുറേ കാലം സോളോ റൈഡ് പോകണം. അപ്പൊ നമ്മുടെ ഗാംഗിൽ ഫസ്റ്റ് കല്യാണം കഴിയണത് ഭവതിയാണ്. സാഗരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ ഋതുകളാ